قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യം ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാം പേടി സൃഷ്ടിക്കാനുള്ള, മുസ്ലിം വെറുപ്പ് സൃഷ്ടിക്കാനുള്ള പ്രതിയോഗികളുടെ കൊണ്ടുപിടിച്ച ശ്രമത്തെ പ്രതിരോധിക്കേണ്ടത് ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം മുസ്ലിങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും ഫലപ്രദമായ പ്രതിയോഗികളുടെ ഇത്തരം നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ ഒരു ടെക്നിക്കാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം നിർവഹിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞു. പ്രതിയോഗികളുടെ ഇത്തരം തന്ത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്നുള്ള നിലക്കല്ല നമ്മൾ സത്യസാക്ഷ്യത്തെ അല്ലെങ്കിൽ റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇസ്ലാം എന്ന സംഗതിയെ, ഖുർആനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷഹാദത്തുൽ ഹക്കിനെ നമ്മൾ കാണേണ്ടത്. അതൊരു ടൂളാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഈ ഷഹാദത്തുൽ ഹക്ക് എന്ന് പറയുന്നത് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ നിയോഗ ദൗത്യവും കൂടിയാണ്. ഓരോ മുസ്ലിമിനും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അസൈൻമെൻ്റാണ്, ഉത്തരവാദിത്വമാണ് സ്വന്തം ജീവിതത്തിലൂടെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത്. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ അത് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥത്തിലും ഇതിനു മുമ്പുള്ള വേദങ്ങളിലുമെല്ലാം നിങ്ങളെ മുസ്ലിങ്ങൾ എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് മുസ്ലിം എന്നതാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ലിതകൂനു ശുഹദാ അലന്നാസ്, ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷിയാകലാണ് നിങ്ങളുടെ ദൗത്യം. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, നിങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം. ഇതാണ് നിങ്ങളെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ള പറയുകയാണ്. വളരെ വ്യക്തമാണത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ആൽ-ഇംറാനിലെ 110-ാമത്തെ വചനത്തിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. വളരെ വ്യക്തമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളെ ഒരു ഖൈറ ഉമ്മത്ത്, ഒരു ഐഡിയൽ കമ്മ്യൂണിറ്റിയാക്കി മാറ്റിയിരിക്കുന്നു, ഒരു മാതൃകാ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. ബെസ്റ്റ് ഓഫ് പീപ്പിൾ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങളെ ആക്കിയിരിക്കുന്നു. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ന്യായം തന്നെ അതാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഭൂമിയിലുള്ള നിലനിൽപ്പിൻ്റെ ന്യായം തന്നെ അതാണ്. അഥവാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഖൈറു ഉമ്മത്താണ്,
നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് സൊസൈറ്റിയാണ്, നിങ്ങളൊരു ഐഡിയൽ കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ നമ്മെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിയൽ റെപ്രസെൻറ്റേഷൻ അഥവാ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് നമ്മുടെ ഇഹപര ലോകത്തെ വിജയത്തിന് നിദാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഹപര ലോകത്തെ നമ്മുടെ മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഇഹപര വിജയത്തിന് നിദാനമായിട്ടുള്ളത് ഈ പ്രതിനിധാനം നമ്മൾ എത്രത്തോളം നിർവഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇത്തരത്തിൽ ഒരു ഐഡിയൽ കമ്മ്യൂണിറ്റിയാണ് അവർ ജനങ്ങളിൽ ഉത്തമരാണ് എന്ന് പറയാൻ പറ്റുന്ന കോലത്തിലാണോ അവർ ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മുൻപിൻ തിരിയാതെ പറയാൻ കഴിയും, മുസ്ലിം സമൂഹത്തിൻ്റെ മുഖം ആകെ മാറിയിരിക്കുന്നു. ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ മുഖം ആകെ വികൃതമായിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിൽ 16-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. അല്ലാഹ് ചോദിക്കുകയാണ്, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? മുസ്ലിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? എന്തിന്? ലിദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ സ്മരണയിലേക്കും അവൻ അവതരിപ്പിച്ച സത്യത്തിലേക്കും വിനീത വിധേയരായി കടന്നു വരാൻ അവർക്കിനിയും സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങളായി പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. ഇത് അല്ലാഹു ആദ്യം ഓർമ്മിപ്പിക്കുന്നത് ആരെയാണ്? ഇത് അല്ലാഹു ആദ്യം ഓർമ്മിപ്പിക്കുന്നത് എന്നെയും നിങ്ങളെയും അല്ല. ഇത് ആദ്യം ഓർമ്മിപ്പിക്കുന്നത് ആദ്യത്തെ സത്യവിശ്വാസികളെയാണ്. പ്രവാചകൻ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമവും പ്രധാനമായിട്ടും അലം യഅ്നി ലില്ലദീന ആമനു വിശ്വാസികളെ എന്ന് വിളിക്കുന്നത് പ്രഥമമായി അവരെയാണ്. അപ്പോൾ പ്രവാചകൻ അവരുടെ കൂടെ ഉണ്ട്. സത്യവിശ്വാസികൾ എന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ പരിചയം സ്വഹാബികൾ എന്ന് പറയലായിരിക്കും. സ്വഹാബികളുടെ കൂടെ പ്രവാചകനുണ്ട്. ആ സഹാബികളിൽ ഒരു കൂട്ടർക്ക് ഇസ്ലാമികമായി ഒരു മാന്യത സംഭവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉണർത്തുന്നതാണ് ഈ വാചകം. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലാഹു അവതരിപ്പിച്ച സത്യത്തിലേക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിലേക്കും വിനീത വിധേയരായി കടന്നു വരാൻ നിങ്ങൾക്കിനിയും സമയമായില്ലേ? എന്നിട്ട് അല്ലാഹു അവരോട് പറയുകയാണ്, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങളായി പോകരുത്. മുസ്ലിങ്ങളോട് പറയാണ്, നിങ്ങൾ മുമ്പ് വേദം നൽകപ്പെട്ട തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങളായി പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ എടുത്തു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ സത്യവിശ്വാസികളോട് നിങ്ങൾ ജൂത ക്രൈസ്തവരെ പോലെ അല്ലെങ്കിൽ മുൻപ് വേദം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആയി പോകരുത് എന്ന് പറയുന്നതിന് ഇന്ന് ഏറെ പ്രസക്തിയില്ലേ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതിന് തൊട്ട് പുറകിൽ അള്ളാഹ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ജൂത ക്രൈസ്തവരെ പോലെ ആയി പോകരുത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത ക്രൈസ്തവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുകൂടി അള്ളാഹ് പറയുന്നുണ്ട്. ഫഖസത്ത് ഖുലൂബുഹും, കാലം ഏറെ മുന്നോട്ട് പോയപ്പോൾ അവരുടെ ഹൃദയം ഹാർഡായിപ്പോയി, അവരുടെ ഹൃദയം കടുപ്പമേറിയതായിപ്പോയി. ഇതാണ് അവർക്ക് സംഭവിച്ചത്. നമ്മൾ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, മുൻപ് വേദം നൽകപ്പെട്ട ആളുകൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുറെ ക്രൈമുകൾ
റൈസ് ചെയ്യുന്നുണ്ട്. ഒരു കുറേ അപരാധങ്ങൾ, അവർ ചെയ്ത ഒരു കുറേ അപരാധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഖുർആനിൽ പല ഇടങ്ങളിലായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഈ അപരാധങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഉയർത്തിക്കാട്ടുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഖുർആനിലെ ആ ആയത്തുകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നും അവരെക്കുറിച്ച് അല്ലാഹ് പറയാണ്, അവരെക്കുറിച്ച് അല്ലാഹ് പറയാണ്. അത് സത്യമാണ്, അവരെക്കുറിച്ച് അല്ലാഹ് പറയാണ്. പക്ഷെ എന്തിനാണ് അവരെക്കുറിച്ച് അല്ലാഹ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെയാണ് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുന്നത്. ഇവരെ പോലെ നിങ്ങളായി അതാണ് അല്ലാഹ് പറയുന്നത്, വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ, നിങ്ങൾക്ക് മുമ്പിൻ കബലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങളായി പോകരുത് എന്ന് പറയാനാണ്. അവർ ആ വേദത്തോട് കാണിച്ച ചില ധിക്കാരങ്ങളും അന്യായങ്ങളുമുണ്ട്. അതുപോലെ നിങ്ങൾ വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥത്തോട് നിങ്ങൾ കാണിക്കരുത്. കാണിച്ചാൽ അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എത്ര കൃത്യമായ മാർഗദർശനമാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അല്ലാഹു എന്താ പറയുന്നത്, അവർക്ക് എന്താ ആയി പോകരുതെന്ന് പറഞ്ഞല്ലോ. അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് സംഭവിച്ചത് കാലമേറെ മുന്നോട്ട് പോയപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോയി. എന്താ സംഭവം? എന്താണ് ഈ പറയുന്നതെന്ന് അറിയാമോ? ഒറ്റ വാക്കേ അല്ലാഹ് ഉപയോഗിക്കുന്നുള്ളൂ. അവരെ പോലെ നിങ്ങൾ ആയി പോകരുത്. അവർക്ക് സംഭവിച്ചത് അവരുടെ ഹൃദയം കടുത്തുപോയി. നമുക്ക് അത്ര വ്യക്തമല്ല ഈ കടുത്തുപോയി എന്ന് പറയുമ്പോൾ, അത്ര വ്യക്തമല്ല. ഹാർട്ട് കല്ലിച്ചുപോയി എന്നാണ് പറയുന്നത്, ഹൃദയം കല്ലിച്ചുപോയി എന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സമൂഹത്തിലേക്ക് നമുക്ക് ഖുർആൻ തന്നതുപോലെ അവർക്കും തൗറാത്തും ഇഞ്ചീലും ഒക്കെ കൊടുത്തു. എന്നിട്ട് ഈ ഗ്രന്ഥവും കയ്യിൽ വെച്ചിട്ട് അവർ ജീവിച്ചപ്പോൾ അവർ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ആ വേദഗ്രന്ഥത്തെ അവർ പ്രമാണരേഖയായി, മാർഗദർശന രേഖയായി അവർ കണ്ടില്ല. അവർ ജീവിച്ചു മുന്നോട്ട് പോയപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. ചില ഘട്ടങ്ങളിൽ അവർ വേദഗ്രന്ഥത്തിലെ വരികൾ അംഗീകരിക്കും, അല്ലെങ്കിൽ ആ കൽപ്പനകൾ സ്വീകരിക്കും. ചില ഘട്ടങ്ങളിൽ അവർക്ക് ഇഷ്ടം പോലെ അവരുടെ ലാഭനഷ്ടങ്ങൾ നോക്കി അവർ മുന്നോട്ട് പോകും. അവർ ധാരാളം തിന്മകൾ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അതിനകത്ത് അവർക്ക് കുറ്റബോധം പോലും ഉണ്ടായില്ല. ഞങ്ങൾ ചെയ്യുന്നത് വേദപ്രമാണത്തിനെതിരാണ്, ഞങ്ങൾ ചെയ്യുന്നത് ദൈവവിരുദ്ധമാണ് എന്ന തോന്നൽ പോലും അവർക്കുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ നെറികേടുകളൊക്കെ വേദഗ്രന്ഥത്തോടും ദൈവത്തോടും അവർ ചെയ്യുമ്പോഴും അവർക്ക് കുറ്റബോധമില്ല എന്ന് മാത്രമല്ല, വകാലത്തിൽ യഹൂദു വൻ നസാറ നഹ്നു അബ്നാഉല്ലാഹ് വ അഹിബ്ബാഹു, അവർ വാദിച്ചുകൊണ്ടിരുന്നു എന്ത്? ഞങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, ദൈവമക്കളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പുത്രനുണ്ടാകും, ജനിച്ചു പുത്രനുണ്ടാകും എന്ന അർത്ഥത്തിലല്ല നമ്മളെ അങ്ങനെ ധരിക്കേണ്ട. അവർ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ദൈവമക്കളോടാണല്ലോ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവുക. ആ അർത്ഥത്തിൽ ഞങ്ങൾ ദൈവമക്കളാണ്, നഹ്നു അബ്നാഉല്ലാഹ്, അള്ളാഹുവിൻ്റെ മക്കളാണ്, വഅഹിബ്ബാഹു, ഞങ്ങളോടാണ് അള്ളാഹുവിന് കൂടുതൽ സ്നേഹമുള്ളത് എന്നവർ വാദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഈ നെറുകേടുകളൊക്കെ ചെയ്യുമ്പോഴും അവർ എന്തു പറഞ്ഞുകൊണ്ടിരുന്നു? ഞങ്ങളല്ലാതെ വേറെ ആരും, ഖാലു ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ജൂതന്മാർ പറഞ്ഞു ഒരാളും ജൂതനാകാതെ എന്താവില്ല, സ്വർഗത്തിൽ പോവില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞു, നസറാക്കൾ പറഞ്ഞു എന്ത്? നസ്രാനിയാകാതെ ആർക്കും സ്വർഗത്തിൽ പോകാനും സാധിക്കില്ല. ഇതൊക്കെയാണ് അവർ ചെയ്തത്. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർ ചെയ്ത തെറ്റ്, അവരുടെ ഹൃദയം കടുത്തുപോയി എന്ന ഒറ്റ വാക്കിൽ അള്ളാഹു ഉപയോഗിച്ചതിന്റെ പുറകിലുള്ള അന്തരാർത്ഥം ഇതാണ്. വേദഗ്രന്ഥം അവരുടെ കയ്യിലുണ്ട്, അതവർ പാരായണം ചെയ്യുന്നുണ്ട്, അത് തങ്ങളുടേതല്ല എന്നവർ വാദിച്ചിട്ടില്ല. അവർ ഇത് ദൈവഗ്രന്ഥമല്ല, ദൈവവചനങ്ങളല്ല എന്നവർ വാദിച്ചിട്ടില്ല. മറിച്ച് അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ദൈവഗ്രന്ഥങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ദൈവവിരുദ്ധമായ പണികൾ അവർ ചെയ്യും. എന്നിട്ട് തങ്ങൾ ദൈവവിരുദ്ധ പണികൾ ചെയ്തല്ലോ എന്ന് മനക്കുത്തവർക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരെന്ത് വിചാരിച്ചിരുന്നു? ഞങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. എന്താ കാരണം? നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, വഅഹിബ്ബാഹു, അവന് ഏറ്റവും ഇഷ്ടം ഞങ്ങളോടാണ്, ഞങ്ങളാണ് സ്വർഗത്തിൽ പോവുക, ബാക്കിയുള്ളവരാരും സ്വർഗത്തിൽ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അവർ. അങ്ങനെ അവർ ഒരു തിരിഞ്ഞു നോട്ടത്തിനോ തിരിഞ്ഞു നടത്തത്തിനോ തയ്യാറാകാതെ അവരുടെ മനസ്സ് കല്ലിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇതൊരു വേദപ്രമാണത്തിന്റെ ആളുകൾക്ക് സംഭവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അതാണല്ലോ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് തന്നെയല്ലേ മുസ്ലിം സമൂഹത്തിന്റെയും അവസ്ഥ?
ഇത് തന്നെയല്ലേ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെയും അവസ്ഥ? എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ കയ്യിൽ വിശുദ്ധ ഖുർആനുണ്ട്, അതവർ വായിക്കുന്നുണ്ട്, അതവർ തള്ളി പറഞ്ഞിട്ടില്ല, അതിലവർ കൈവച്ചിട്ടില്ല. എന്നിട്ട് അവർക്കിഷ്ടം പോലെ ജീവിക്കും. തങ്ങളുടെ ഇഷ്ടങ്ങളും നഷ്ടങ്ങളും നോക്കി ജീവിക്കും, തങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും നോക്കി ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന ഒരു കുറ്റബോധവും അവർക്കില്ല. എന്ന് മാത്രമല്ല, അവർ വിചാരിച്ച് നടക്കുന്നു മുസ്ലിം ആയാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോഴും നമ്മൾ വിചാരിക്കണെന്ത്? ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇന്നിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട സമൂഹം ഞങ്ങളാണ്, അവന്റെ മാർഗത്തിലുള്ളത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളാകാതെ നിങ്ങളാരും സ്വർഗത്തിൽ പോവില്ല എന്നവർ വിചാരിക്കുന്നു. നമ്മളും അങ്ങനെയല്ലേ വിചാരിച്ച് നടക്കുന്നത്? നമ്മളങ്ങനെയല്ലേ വിചാരിച്ച് നടക്കുന്നത്? നമ്മളെന്താ വിചാരിക്കുന്നത്? എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളെന്താ വിചാരിക്കുന്നത്? മുസ്ലിം ആവാതെ സ്വർഗത്തിൽ പോവില്ല. അപ്പം നിങ്ങളാരാ? ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇത് തന്നെ അവരും പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് അവരും പറഞ്ഞിരുന്നത്. മുസ്ലിം ആവാതെ സ്വർഗത്തിൽ പോവില്ല. ഇന്നിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട്. ഈ സമൂഹങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സമൂഹം ഞങ്ങളാണ്. ഇത് തന്നെയാണ് അവരും വിചാരിച്ചിരുന്നത്. ഇത് തന്നെയാണ് അവരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വേദഗ്രന്ഥത്തിൽ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞത്, അതുപോലെ തന്നെ നസറാനികളെ കുറിച്ച് പറഞ്ഞത്, ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഇന്നൊരു വേദഗ്രന്ഥം അവതരിക്കുകയാണെങ്കിൽ, ഇനിയൊരു വേദഗ്രന്ഥം അവതരിക്കുകയാണെങ്കിൽ ആ വേദഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ മുഖം കറുക്കുക മുസ്ലിങ്ങളോടായിരിക്കും. ഏറ്റവും കൂടുതൽ മുഖം കറുക്കുക മുസ്ലിങ്ങളോടായിരിക്കും. കാരണം ഇതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഈ പറയുന്നതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ, അള്ളാഹു മുഖം കറക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊന്ന് ആലോചിക്കണം. ജൂത സമൂഹം അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് പിന്മാറുകയും ആ വേദഗ്രന്ഥത്തിന് വിരുദ്ധമായി അവർ ജീവിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മറ്റൊരു വേദഗ്രന്ഥത്തെയും ഒരു പ്രവാചകനെയും അയക്കാനുണ്ടായിരുന്നു. ഒരു വേദവും ഒരു പ്രവാചകനും വെയിറ്റിംഗിലുണ്ടായിരുന്നു. അതാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതുപോലെ തന്നെ ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥവും. അവരുടെ ചെയ്തികളെ കറക്റ്റ് ചെയ്യാൻ അള്ളാഹുവിന് ഇഞ്ചീലുണ്ടായിരുന്നു. അവരുടെ ചെയ്തികളെ കറക്റ്റ് ചെയ്യാൻ അള്ളാഹുവിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനം അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് വഴുതി മാറുകയും അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കുകയും എന്നിട്ട് സ്വർഗത്തിലാണ് എന്ന വ്യാമോഹവുമായി ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവരെ കറക്റ്റ് ചെയ്യാൻ വെയിറ്റിംഗിൽ ഒരു പ്രവാചകനും വെയിറ്റിംഗിൽ ഒരു വേദഗ്രന്ഥവും ഉണ്ടായിരുന്നു. അതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇനിയൊരു പ്രവാചകനില്ല, ഇനിയൊരു വേദഗ്രന്ഥം വരാനുമില്ല. ഇനി ജനങ്ങൾക്ക് മാതൃകയാകേണ്ട സമൂഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഓരോ മുസ്ലിമും ഓരോ പ്രവാചകന്റെ സ്ഥാനത്താണുള്ളത്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷിയാകേണ്ടവരാണ് നിങ്ങൾ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട സമൂഹമാണ് നിങ്ങൾ. ഇനിയൊരു പ്രവാചകനില്ല ജനങ്ങൾക്ക് വേണ്ടി കടന്നു വരാൻ, ഇനിയൊരു വേദഗ്രന്ഥമില്ല ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ. ഈ പണിയെല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്. നമ്മൾ മുൻപ് വേദം ലഭിച്ചവരെ പോലെ ആ രൂപത്തിൽ ജീവിതത്തെ വേദഗ്രന്ഥത്തിൽ നിന്ന് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ ചുറ്റുമുള്ള ജനതയ്ക്ക് വഴി കാണിക്കാൻ ഇനി ആരാണുള്ളത്? അവർ ഇരുട്ടിൽ തപ്പുകയില്ലേ? അവർക്ക് മാതൃകയായി ആരാണ് ഇവിടെ ഉള്ളത്? ഐഡിയൽ കമ്മ്യൂണിറ്റി ആയിട്ട് ആരാണ് ഇവിടെ ഉള്ളത്? ഇന്റർമീഡിയറ്റ് സൊസൈറ്റി ആയിട്ട് ആരാണ് ഇവിടെ ഉള്ളത്? ബെസ്റ്റ് ഓഫ് പീപ്പിൾ ആയിട്ട് ഇവിടെ ആരാണുള്ളത്? ആരുമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കാൾ കൂടുതൽ ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ഇനി നമ്മെ കറക്റ്റ് ചെയ്യാൻ ഒരു വേദമില്ല, ഇനി നമ്മെ കറക്റ്റ് ചെയ്യാൻ ഒരു പ്രവാചകനില്ല. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി ഒരു പ്രവാചകൻ വരും നമ്മൾ വിശ്വസിക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന വേദത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നെറികേടുകളുടെ ഗൗരവം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ പറഞ്ഞത്, ഇനിയൊരു വേദം അവതരിച്ചാൽ അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ മുഖം കറുക്കുക ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹത്തോടായിരിക്കും. അതിനകത്ത് അല്ലാഹു തീർച്ചയായിട്ടും എഴുതി വയ്ക്കും, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകിയ തൗറാത്ത് നൽകിയിരുന്നു, അതുപോലെ തന്നെ ഇഞ്ചീൽ നൽകിയിരുന്നു, അതുപോലെ തന്നെ ഒരു ഖുർആനും നൽകിയിരുന്നു. ആ ജനതയെ പോലെ നിങ്ങൾ ആയി പോകരുത് എന്ന് അല്ലാഹ് പറയുമായിരുന്നു. ആ ജനതയെ പോലെ നിങ്ങൾ ആയിപ്പോകരുത് എന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളായ നമ്മളും ഉൾപ്പെട്ടു പോകുമായിരുന്നു. ഇനിയൊരു വേദഗ്രന്ഥം വരാത്തത് കൊണ്ട് മുഖത്തടിച്ച പോലെ അത് കേൾക്കേണ്ട അവസ്ഥ നമുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രതികളാക്കപ്പെടുകയും ചെയ്യും.
അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം. അവരെങ്ങനെയാണോ ജീവിച്ചത്, നമ്മുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ അവർ ജീവിച്ച രീതി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അവർ വേറെ പലതുമൊക്കെ ചെയ്തിരുന്നു എന്ന്. വേറെ പലതുമൊക്കെ ചെയ്തിരുന്നു, ആ ചെയ്തതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളത് പഠിക്കാത്തത് കൊണ്ടും ഖുർആനിലൂടെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ നമ്മൾ സന്നദ്ധമാകാത്ത, ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്ന് അറിയില്ലല്ലോ, ആളുകൾക്ക് അറിയില്ലല്ലോ. അറിയുന്നവരാകട്ടെ ഈ രൂപത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജൂതന്മാരെന്തൊക്കെയാണ് ചെയ്തത്, അവരെന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മളവർ പിഴച്ചുപോയ സമൂഹം എന്ന് വിചാരിച്ച് ഹോൾസെയിലായിട്ട് ഒരു എസ്റ്റിമേറ്റ് കൂട്ടിയിരിക്കുകയാണ് നമ്മൾ. അതാണ് നമ്മുടെ പ്രശ്നം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ക്രൈം അല്ലാഹു ഉന്നയിക്കുന്നുണ്ട്, അവർക്കെതിരെ അപരാധങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ 62-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമയിൽ പറയുന്നു, മസലുൽ ലദീന ഹുമിലു തൗറാത്ത തുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ജൂത സമൂഹത്തെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. മസലുൽ ലദീന ഹുമിലു തൗറാത്ത, തൗറാത്തിന്റെ ആളുകൾ എന്ത് ചെയ്തെന്നറിയാമോ? അവർ തൗറാത്തിന്റെ വാഹകരായി, തൗറാത്ത് അവർക്ക് വന്നു, ഹുമിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ, ആ തൗറാത്തിന്റെ ഭാരം ചുമക്കാൻ, അതിനെ ശരിയായി പ്രതിനിധാനം ചെയ്യാൻ അവർ സന്നദ്ധമായില്ല. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, അവരുടെ പാരബിൾ എന്ന് പറയുന്നത്, അവരുടെ ഉപമ എന്ന് പറയുന്നത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയാണ്. കഴുത ഒരുപാട് ഗ്രന്ഥം ചുമക്കുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഒരു വരി പോലും അവർക്ക് മാർഗദർശനമായി ആ കഴുതക്ക് മാറുന്നില്ല. ഇതുപോലെയാണ് ജൂത സമൂഹം ചെയ്തത്. തൗറാത്തിന്റെ ആളുകളാണെന്ന് അവർ അഭിമാനിച്ചിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടപുത്രന്മാരാണ് തങ്ങളെന്ന് അവർ പറഞ്ഞിരുന്നു, തങ്ങളാകാതെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നും അവർ വാദിച്ചിരുന്നു. പക്ഷെ വേദഗ്രന്ഥത്തിന്റെ ഭാരം ചുമക്കാൻ അവർ സന്നദ്ധമായില്ല, അതിനെ ശരിയായ അളവിൽ റെപ്രസെന്റ് ചെയ്യാൻ അവർ സന്നദ്ധമായില്ല എന്നുള്ള പറയുന്നത്. ഇതിനല്ലേ നമ്മൾ ചെയ്യുന്നത്? വേദഗ്രന്ഥം നമ്മുടേതെന്ന് അഭിമാനിക്കുന്നു, നമ്മളെയാണെന്ന് ജനസമൂഹങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിനാണെന്ന് നമ്മൾ പറയുന്നു, മുസ്ലിം ആവാതെ സ്വർഗത്തിൽ പോകില്ല എന്ന് നമ്മൾ വാദിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. പക്ഷേ വേദഗ്രന്ഥത്തിൽ നമ്മൾ അകന്നുകൊണ്ട് ജീവിക്കുന്നു. ഇതാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമാണ്. സൂറത്തുൽ അഅറാഫിൽ 7-ാം അധ്യായം, ഓ ഖലഫ മിൻ ബഅദിഹിം ഖലഫുൻ വരിഫുൽ കിതാബ് യഅഖുദൂന അർള ഹാദൽ ലദന വയഖൂലൂന സയഗ്ഫർ ലനാ. ജൂതന്മാരുടെ ചെയ്തിയെക്കുറിച്ച്, മുൻപ് വേദം നൽകപ്പെട്ട ആളുകളുടെ ചെയ്തിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പിന്നീട് ഒരു തലമുറ വന്നു, വരിസുൽ കിതാബ്, അവർ വേദത്തിന്റെ ആളുകളായി മാറി. എന്നിട്ട് അവരെന്താ ചെയ്തത്? യഅഖുദൂന അർള ഹാദൽ ലദന വയഖൂലൂന സയഗ്ഫർ ലനാ. എന്താ അവർ ചെയ്യുന്നറിയാമോ? അധമ ലാഭങ്ങൾ വാരിക്കൂട്ടുകയും എന്നിട്ട് അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരും എന്നവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. വളരെ ക്ലാരിറ്റി അല്ലേ അള്ളാഹുവിന്റെ ഇത്തരം വർത്തമാനങ്ങൾക്ക്? അവർ ചെയ്ത പണി എന്താ? തോന്നിയതുപോലെ സമ്പാദിക്കും. സമ്പാദിക്കുന്നതിന് ഒരു ഹറാമോ ഹലാലോ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. നേട്ടങ്ങളും ഇഷ്ടങ്ങളും നഷ്ടങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും നോക്കിയാണ് അവർ സമ്പാദിച്ചിരുന്നത്, അല്ലാണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകളല്ല അവർ പരിഗണിച്ചിരുന്നത്. അങ്ങനെ കണ്ണി കണ്ടതൊക്കെ വാരിക്കൂട്ടും. ദൈവികമായ കൽപ്പനകൾ ആ വിഷയത്തിൽ അവർ പരിഗണിച്ചേയില്ല. എന്നിട്ട് തങ്ങൾ കുറ്റവാളികളായി പോയി എന്ന് വിചാരിച്ചവർ നടക്കുകയാണെങ്കിൽ ആ ബോധമെങ്കിലും അവർക്ക് ഉണ്ടായിരുന്നു വിചാരിക്കാം. അള്ളാഹ് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇതൊക്കെ ചെയ്താലും അള്ളാഹ് ഞങ്ങൾക്ക് പുറത്തു വരും, കാരണം ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ആളുകൾ ഞങ്ങളാണ് എന്നവർ വിചാരിച്ച് നടന്നിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് തന്നെയല്ലേ മുസ്ലിം സമൂഹം ചെയ്യുന്നത്? മുസ്ലിം സമൂഹം ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് നോക്കിയാൽ അവരുടെ മുൻപിൽ സമ്പാദിക്കുന്നതിന് ഹറാമോ ഹലാലോ ഉണ്ടോ? ഇല്ല, ഒരു ഹറാമോ ഹലാലോ അവരുടെ മുമ്പിലില്ല. ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതുള്ളൂ, നേട്ടമാണോ കോട്ടമാണോ എന്നുള്ളതുള്ളൂ. അവരുടെ മുമ്പിൽ അത്രയേ ഉള്ളൂ, അവരുടെ മുമ്പിൽ അത്രയേ ഉള്ളൂ. അത് നിരവധി തവണ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു പോയതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ഇത് തന്നെയാണ് അവരും ചെയ്തത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അവർക്കെതിരെ അള്ളാഹു ഉന്നയിക്കുന്ന മറ്റൊരു ക്രൈമുണ്ട്. അതെന്താണെന്ന് അറിയുമോ? അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫഅലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അള്ളാഹ് അവരോട് ചോദിക്കുകയാണ്, മനുഷ്യരെ, അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, നിങ്ങൾ വേദഗ്രന്ഥത്തിലെ, നിങ്ങൾക്ക് തന്ന വേദഗ്രന്ഥത്തിലെ ചിലതിനെ നിങ്ങൾ വിശ്വസിക്കുകയും ചിലതിനെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്നല്ല ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അവർക്ക് കിട്ടിയ വേദഗ്രന്ഥം തൗറാത്ത് ഇഞ്ചീൽ ഉയർത്തിപ്പിടിച്ചിട്ടും ഈ വേദഗ്രന്ഥത്തിലെ ഇന്നിന്ന വരികൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇന്നിന്ന വരികളെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള വരികളെ ഞങ്ങൾ നിഷേധിക്കുകയാണ്
എന്നവർ പറഞ്ഞു എന്നല്ല എൻ്റെ സഹോദരി സഹോദരന്മാരെ അള്ളാഹ് പറയുന്നത്. മറിച്ച് വേദഗ്രന്ഥത്തിൽ അവർക്ക് പറ്റിയത് അവരെടുക്കും, അവർക്ക് പറ്റാത്തത് ആ നിയമം അവർ ലംഘിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇഷ്ടനഷ്ടങ്ങൾ നോക്കി, നേട്ടകോട്ടങ്ങൾ നോക്കിയാണ് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിലെ വിധിവിലക്കുകളെ അവർ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നത്. തങ്ങൾക്ക് നഷ്ടമാണെന്ന് വരുമ്പോൾ അതിന് നേരെ അവർ പുറം തിരിഞ്ഞു നിൽക്കും. തങ്ങൾക്ക് വലിയ പരുക്കൊന്നുമില്ല എന്ന് വരുമ്പോൾ, കൂലി കിട്ടുന്ന കാര്യമാണെന്ന് തോന്നുമ്പോൾ അവരത് ചെയ്യും. അതാണ് അവർ ചെയ്തിരുന്നത്. അത് വിശുദ്ധ ഖുർആൻ വേറെയും സ്ഥലങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് തന്നെയല്ലേ വിശുദ്ധ ഖുർആനിൻ്റെ വാക്താക്കളായ നമ്മളും ചെയ്യുന്നത്? നമ്മളും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? നമുക്ക് പറ്റിയതാണെന്ന് തോന്നിയാൽ നമ്മളത് അംഗീകരിക്കും, നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നിയാൽ നമ്മളത് തള്ളിക്കളയും. വേദഗ്രന്ഥത്തിലെ ചില വിധികളെ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാനടക്കം നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ്. വേദഗ്രന്ഥത്തിലെ ചില വിധിവിലക്കുകളെ നമ്മൾ അതീവ ഗൗരവത്തോടുകൂടി, ജാഗ്രതയോടുകൂടി, വ്യഗ്രതയോടുകൂടി പാലിക്കാൻ നമ്മൾ ശ്രമിക്കും. അതേ വേദഗ്രന്ഥത്തിലെ തന്നെ അതിനേക്കാൾ ഗൗരവത്തിൽ അള്ളാഹു നിരോധിച്ച സംഗതികൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കും. ഇത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ജൂതരെക്കുറിച്ച് പറഞ്ഞ ഇതാണ്, ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞ ഇതാണ്, മുസ്ലിങ്ങളെക്കുറിച്ചും ആ പ്രസ്താവന ശരിയാണ് എന്നാണ് മുസ്ലിങ്ങളുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിൽ നമുക്കിത് കാണാം, 16-ാം അധ്യായത്തിൽ നമുക്ക് ഇത് കാണാം. എന്താ അല്ലാഹ് പറയുന്നത്? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ത്? മൈത്തത്ത, ചത്തുപോയ സാധനങ്ങൾ, ചത്തുപോയ ജീവികൾ നിങ്ങൾക്ക് തിന്നാൻ പാടില്ല. വദ്ദമ, രക്തം, അത് കട്ടയായിട്ടോ അല്ലാതെയോ നിങ്ങൾ ഭക്ഷണമായി കഴിക്കാൻ പാടില്ല. ലഹ്മൽ ഖിൻസീർ, പന്നി മാംസം നിങ്ങൾ തിന്നാൻ പാടില്ല. ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തതിൻ്റെ പേരിൽ, നാമത്തിൽ അറുത്തത് നിങ്ങൾ തിന്നാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത് നിങ്ങൾ തിന്നാൻ പാടില്ല. മറ്റുള്ളവർക്ക് ബലി അർപ്പിച്ച സാധനങ്ങൾ, ജീവികൾ, മറ്റുള്ളവർക്ക് ബലിയായി അറുത്ത, അല്ലാഹുവിനല്ലാതെ മറ്റുള്ള ദൈവങ്ങൾക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ, മറ്റെന്തെങ്കിലും രൂപത്തിലോ അർപ്പിച്ച മൃഗങ്ങളെ അറുത്ത് നിങ്ങൾ തിന്നാൻ പാടില്ല എന്നുള്ള പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് ബാക്കിയൊന്നും ഞാൻ പരിശോധിക്കുന്നില്ല, പന്നി മാംസത്തെക്കുറിച്ച് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാൻ സമയ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല. പന്നി മാംസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പന്നി മാംസം കഴിച്ചാൽ അതൊരു ഹറാമേ ആവുള്ളൂ, ഒരു ഹറാമേ ആകുള്ളൂ. ഹറാമേ ആകുള്ളൂ എന്ന് മാത്രമല്ല, ആ ആയത്തിൻ്റെ അവസാനത്തിലെല്ലാം അള്ളാഹ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ നിരോധിച്ച വസ്തുക്കളുണ്ടല്ലോ, നിർബന്ധിതാവസ്ഥയിൽ നിയമലംഘനം ഉദ്ദേശിക്കാതെ കഴിച്ചാൽ അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു വരും, അവർ കുറ്റവാളികളല്ല. പന്നി മാംസം ഒരാൾ വിശപ്പിൻ്റെ പേരിൽ നിർബന്ധിതമായി അതൽപ്പം കഴിച്ചു ജീവൻ നിലനിർത്താൻ, അയാൾ കുറ്റവാളിയല്ല. നിയമം ലംഘിക്കണമെന്ന ഉദ്ദേശം ഉണ്ടാകാതിരുന്നാൽ മതി എന്ന് അള്ളാഹ് അവിടെയൊക്കെ പറയുന്നുണ്ട്, എല്ലായിടത്തും പറയുന്നുണ്ട്. എൻ്റെ മുമ്പിൽ എത്രയോ ആളുകൾ ഇരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് വന്നാൽ പോലും ഒരു മുസ്ലിം പന്നിമാംസം കഴിക്കുമോ? കഴിക്കില്ല, കഴിക്കില്ല. അള്ളാഹ് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, കൽപ്പനയല്ല. നിർബന്ധിതമായി ജീവൻ രക്ഷിക്കണം, വേറെ ഒരു മാംസവും ഇല്ല, പന്നിമാംസേ കിട്ടുള്ളൂ. അത് കഴിച്ചു നിങ്ങൾ, അതിൻ്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടില്ല, നിങ്ങൾ കുറ്റവാളികളല്ല. പക്ഷെ എന്നിട്ടും ജീവിതത്തിൽ ജീവൻ പോകുമെന്ന് കണ്ടാൽ പോലും നമ്മൾ പന്നിമാംസം കഴിക്കുമോ? കഴിക്കില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണത്. ആ കൽപ്പനയോട് നമ്മൾ കാണിക്കുന്ന ജാഗ്രത എത്രമാത്രം വലുതാണ്. അതേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വാതു നിസാ സദുഖാതിഹിന്ന നിഹല, നീ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ മാന്യമായ മഹർ കൊടുത്തു വേണം നീ കല്യാണം കഴിക്കാൻ. അള്ളാഹു ഒരു സ്ഥലത്തല്ല പറഞ്ഞത്, പന്നിമാംസം കഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ഇരട്ടി സ്ഥലത്തല്ല പറഞ്ഞിട്ടുണ്ട്. നീ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ നീ മഹർ അങ്ങോട്ട് കൊടുത്തു വേണം കല്യാണം കഴിക്കാൻ. ഈ കൽപ്പനയെ അട്ടിമറിക്കുന്ന രൂപത്തിൽ സ്ത്രീധനം കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്നതിന് നമുക്കൊരു മനക്കുത്തുമില്ല. അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ നമ്മൾ സ്വീകരിക്കുന്നു, മറ്റേ നിയമത്തെ നമ്മൾ അട്ടിമറിക്കുന്നു, വളരെ ബുദ്ധിപൂർവ്വം അട്ടിമറിക്കുന്നു. ഇതാ മുസ്ലിം സമൂഹം ചെയ്യുന്നത്. മുൻപ് കിതാബ് കൊടുത്ത ആളുകളും ചെയ്തു ഇതൊക്കെ തന്നെയാണ്. മുമ്പ് കിതാബ് കൊടുത്ത ആളുകളൊക്കെ ചെയ്തും ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇതുപോലെ നിരത്താൻ പറ്റും ഖുർആനിൽ. മുസ്ലിം സമൂഹം വിശുദ്ധ ഖുർആനിലെ ഒരു നിയമത്തെ അംഗീകരിക്കും,
അതിനേക്കാൾ ഗൗരവമായി പറഞ്ഞ മറ്റു നിയമത്തെ തള്ളിക്കളയും. എന്താ ഇവിടുത്തെ മാനദണ്ഡം എന്നറിയാമോ? ഇഷ്ടം, നഷ്ടം, ലാഭം, കോട്ടം. ഇതൊക്കെയാണ് ഇവിടുത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് അഖീമുസ് സ്വലാത്ത വാതു സകാത്ത. അഖീമുസ് സ്വലാത്ത വാതു സകാത്ത, നമസ്കാരം നിർവഹിക്കൂ, സക്കാത്ത് നൽകൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമൂഹത്തിൽ നമസ്കാരം നിർവഹിക്കുന്ന കൽപ്പന അല്ലാഹ് അവർ അംഗീകരിക്കും, സക്കാത്ത് കൊടുക്കുന്ന കൽപ്പനയെ അവർ തള്ളിക്കളയും. കാരണം എന്താ? ലാഭവും നഷ്ടവും നേട്ടവും കോട്ടവും. അതാണ് ഇവിടുത്തെ മാനദണ്ഡം. ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം സമൂഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മുൻപ് വേദം നൽകപ്പെട്ടവർ ചെയ്ത അതേ പണിയാണ്. ഇനിയും ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ ഇതുപോലെയുള്ള രസകരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം 123-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫൗലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നകീറ. ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ്. നിങ്ങളുടെ വ്യാമോഹം പോലെ എല്ലാ മുസ്ലിങ്ങളെ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യാമോഹം പോലെ എല്ലാ ജൂത ക്രൈസ്തവരെ കാര്യങ്ങൾ. നിങ്ങൾ തിന്മ ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ലൈസ ബി അമാനിയിക്കും, നിങ്ങൾ വ്യാമോഹവുമായി നടക്കേണ്ട, നിങ്ങൾ ഒരു കൂട്ടരും. ഇവിടെ അല്ല എല്ലാവരും പെടുത്തിയിട്ടുണ്ട്, അതാണ് രസം. ജൂതന്മാരെ ക്രൈസ്തവരെ മാത്രമല്ല, മുസ്ലിങ്ങൾ. ലൈസ ബി അമാനിയിക്കും, നിങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മുസ്ലിങ്ങളാണ്. നിങ്ങളുടെ വ്യാമോഹം അനുസരിച്ചല്ല കാര്യങ്ങൾ, ജൂത ക്രൈസ്തവരുടെ വ്യാമോഹം അനുസരിച്ചല്ല കാര്യങ്ങൾ. പിന്നെന്താ പറയുന്നത്? വമൻ യഅമൽ മിനസ് സ്വാലിഹാത്ത് മിൻ ദക്കറിൻ ഔ ഉൻസ. നിങ്ങളിൽ ആണാകട്ടെ പെണ്ണാകട്ടെ, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതിന് സത്യവിശ്വാസം കൊണ്ട് അടിത്തറ പാവുകയും ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അല്പം പോലും നിങ്ങളോട് അള്ളാഹു അന്യായം കാണിക്കില്ല. അല്പം പോലും അള്ളാഹു നിങ്ങളോട് അന്യായം കാണിക്കില്ല. ഇതാണ് അള്ളാഹ് പറഞ്ഞു വയ്ക്കുന്നത്. 2-ാം അധ്യായം 208-ാമത്തെ വചനത്തിൽ വളരെ മനോഹരമായ അള്ളാഹ് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതാണ് നമ്മളൊക്കെ കേൾക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ ഈ വക്കത്തും എഡ്ജിലും ഓരത്തും ഒക്കെ നിൽക്കാതെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ. സമ്പൂർണമായ സമർപ്പണത്തിന് സന്നദ്ധമാകൂ. ഫൈൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്. കാര്യങ്ങളുടെ യഥാവിധി നിങ്ങൾക്ക് മനസ്സിലായിട്ടും നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. അള്ളാഹു അങ്ങേയറ്റം എല്ലാറ്റിനെയും അതിജയിക്കുന്നവനും യുക്തിമാനുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ള പറയുകയാണ്. എന്നോടും നിങ്ങളോടുമുള്ള അള്ളാഹുവിൻ്റെ താക്കീതാണത്. സമ്പൂർണ്ണ സമർപ്പണത്തിന് നിങ്ങൾ സന്നദ്ധമാകണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ ഒരു കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് റെപ്രസെൻറ്റേഷന് നമ്മൾ സന്നദ്ധമാകണം. ഇതാണ് അള്ളാഹ് ആവശ്യപ്പെടുന്നത്. ഇതിന് നമ്മൾക്ക് കഴിയുമോ എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിക്കുന്ന കാലത്തോളം പരമാവധി സൂക്ഷ്മതയോടുകൂടി പ്രൈധാനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.